മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വൻ ഓപ്പറേഷൻ. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 15 അംഗങ്ങളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. അസം റൈഫിൾസ് നടത്തിയ ഓപ്പറേഷനിൽ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയുടെ 6 അംഗങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, ഒരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രഖി, കഴിഞ്ഞ ഏറെ നാളായി മണിപ്പൂർ സംഘർഷഭരിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറി വരികയാണ്. മണിപ്പൂര് ശാന്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെയാണിപ്പോൾ മണിപ്പൂരിൽ ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. 15 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. നിരോധിത സംഘടനയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി. ഈ സംഘടനയിൽപ്പെട്ട 15 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തവരിൽ നിന്നും മാരകായുധങ്ങളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ തോക്കും അതേപോലെ തന്നെ AK-47 അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഇവരെ വിശദമായി, ഈ അറസ്റ്റിലായവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കുമെന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അടുത്തിടെയൊന്നും മണിപ്പൂരിൽ ഇത്രമാത്രം വലിയൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ജീവനോടുകൂടി ഇത്തരം ഭീകരവാദികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ മണിപ്പൂർ ശാന്തമാകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത്തരം അക്രമികളെ പിടികൂടുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ സെപ്റ്റംബർ 19 അസം റൈഫിൾസിന്റെ വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. ഈ വാഹനങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അസം റൈഫിൾസ് നടത്തിയ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ മേഖലയിലേക്ക് അസം റൈഫിൾസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പല കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് അസം റൈഫിൾസിൻ്റെയും അതേപോലെ തന്നെ ഇതര അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വാഹനങ്ങൾ ആക്രമിക്കുകയും അതേപോലെ തന്നെ സൈനികരെ ആക്രമിക്കുകയും ചെയ്ത നിരവധി കേസുകൾ നിലനിൽക്കുന്നു. ഈ കേസിലെ പ്രതികളെ പ്രധാനമായും പിടികൂടുകയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇതിൻ്റെ പ്രവർത്തനം ഈ മേഖലകളിൽ സജീവമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ കുക്കി നാഷണൽ ആർമിയുടെ 6 അംഗങ്ങളെ കൂടി പിടികൂടി എന്നുള്ള വാർത്തകളും ലഭ്യമാകുന്നുണ്ട്. അതായത് കുക്കി മെയ്തി വ്യത്യാസങ്ങളില്ലാതെ ഇരുവിഭാഗങ്ങളിലുമുള്ള അക്രമികളെ കൃത്യമായി പിടികൂടി മാതൃകാപരമായ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. മണിപ്പൂരിനെ പൂർണ്ണമായും ശാന്തമാക്കുക, മണിപ്പൂരിലെ നിലവിൽ നിൽക്കുന്ന സംഘർഷാവസ്ഥ ഇപ്പോൾ അയഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഒരു ശാന്തത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നിലവിലിപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലുള്ള ഈ മേഖലകളിൽ കൂടുതൽ അസം റൈഫിൾസിനെ ഇപ്പോൾ വിന്യസിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആസാം റൈഫിൾസിനെ ഈ കുക്കി മെയ്തി വിഭാഗങ്ങളുടെ അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലകളിലേക്ക് ഇറക്കിവിട്ട് ഇത്തരം ഭീകരവാദികളെ അതേപോലെ തന്നെ പോലീസിനെയും അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും ഒക്കെ തന്നെ ആക്രമിച്ചവരെ പിടികൂടുവാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ സെർച്ച് ഓപ്പറേഷനിലാണ് കഴിഞ്ഞ ദിവസം 15 പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 15 പേരെ പിടികൂടുകയും ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ 19 ആസം റൈഫിൾസിൻ്റെ വാഹനം ആക്രമിച്ച 2 പേരെ പിടികൂടി. അതേപോലെ തന്നെ ഓപ്പറേഷൻ യുണൈറ്റഡ് എന്നുള്ള പേരിൽ കുക്കി നാഷണൽ ആർമിയുടെ 6 അംഗങ്ങളെ കൂടി പിടികൂടിയിരിക്കുകയാണ്. ഇവരിൽ നിന്നുമൊക്കെ തന്നെ മാരകായുധങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ശരി നന്ദൻ. മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വൻ ഓപ്പറേഷൻ. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 15 അംഗങ്ങളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസം റൈഫിൾസ് നടത്തിയ ഓപ്പറേഷനിൽ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയുടെ 6 അംഗങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് മാരകായുധങ്ങളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.